ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വളരെ ഈസി ആയിട്ടും അതേസമയം നല്ല ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കുന്ന സദ്യ സ്പെഷ്യൽ കുറുക്ക് കാളനാണ്. കുറുക്ക് കാളനില്ലാതെ നമ്മളുടെ സദ്യ ഒരിക്കലും പൂർണ്ണമാവില്ല. ഇതിന് ടേസ്റ്റ് കൂടാനായിട്ടുള്ള കുറച്ച് ടിപ്സൊക്കെ ഞാനിവിടെ പറയുന്നുണ്ട്. ഇവിടെ പറയുന്ന അതേപോലെ തയ്യാറാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള കുറുക്ക് കാളൻ നമ്മൾക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നുള്ളത്. അതിനായിട്ട് ഒരു നേന്ത്രക്കായ ഞാൻ ഇതേപോലെ അരിഞ്ഞ് വെള്ളത്തിലിട്ടിട്ടുണ്ട്. അതിൻ്റെ കറിയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തിലിട്ടത്. ഇനി അതേ അളവിൽ തന്നെ ചേനയും കൂടി എടുത്തിട്ടുണ്ട്. ചേന ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ഏതാണ്ട് അരിഞ്ഞു കഴിയുമ്പോൾ 1.5 കപ്പ് ഉണ്ടായിരിക്കും. നേന്ത്രക്കായും അരിഞ്ഞു കഴിയുമ്പോൾ 1.5 കപ്പ് ഉണ്ടായിരിക്കും. കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണം നമ്മൾ കുറുക്ക് കാളൻ ഉണ്ടാക്കുമ്പോൾ അരിയാനായിട്ട്. അപ്പോഴാണിത് വെന്തുടയാതിരിക്കുക. ഇനി ഞാനിതിവിടെ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ടൊരു കുക്കർ എടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച നേന്ത്രക്കായയും ചേനയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിനകത്തേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ ഉപ്പ്, കുറച്ച് കറിവേപ്പില. എരിവിനായിട്ട് ഞാനിവിടെ കാന്താരി മുളകാണ് ഇടുന്നത്. ഇത് കുറച്ച് പഴുത്ത കാന്താരി മുളകാണ്. നല്ല എരിവുണ്ട്, അതുകൊണ്ട് ഞാൻ 2 എണ്ണേ ഇടുന്നുള്ളൂ. പിന്നെ ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ആദ്യം 1 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് വെള്ളം ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടെ നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പം ഇവിടെ എല്ലാം കൂടെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതിനകത്തേക്ക് കുറച്ചും കൂടെ വെള്ളം വേണം. 1/4 കപ്പും കൂടെ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഇപ്പോൾ 1.25 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ചില സ്ഥലങ്ങളിൽ പച്ചക്കായ മാത്രമായിട്ട് കാളൻ വെക്കാറുണ്ട്. ചില സ്ഥലങ്ങളിൽ ചേന മാത്രമായിട്ടും കാളൻ വെക്കാറുണ്ട്. ഇത് രണ്ടും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മളുടെ കാളന് കിട്ടുക. അപ്പം ഇതുവരെ ഇങ്ങനെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇനി ഞാനിവിടെ കുക്കർ അടച്ചു വെച്ച് 2 വിസിൽ വരുന്നവരെ വേവിക്കുന്നുണ്ട്. നമ്മളുടെ കഷ്ണങ്ങളുടെ വലുപ്പമൊക്കെ അനുസരിച്ചിട്ട് വേവുന്നതിലും വ്യത്യാസം വരാം. ചെറിയ കഷ്ണങ്ങളാണ് എടുക്കുന്നതെങ്കിൽ 1 വിസിൽ വരുമ്പോഴേ ഇത് വെന്തിട്ടുണ്ടായിരിക്കും. 2ാമത്തെ വിസിലും കൂടെ വന്നതിന് ശേഷം ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിടുന്നുണ്ട്. ഇതിൻ്റെ സ്റ്റീമൊക്കെ പോകുന്ന ആ സമയം കൊണ്ട് നമ്മൾക്ക് ഇതിനകത്തേക്ക് വേണ്ട അരപ്പ് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാർ എടുത്ത് അതിനകത്തേക്ക് 1/4 കപ്പ് തേങ്ങ ചിരവിയതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്, അതായത് നല്ല ജീരകം. ഇനി വേണ്ടത് കുരുമുളകാണ്. ഞാനിവിടെ മുഴുവനായിട്ടുള്ള കുരുമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ കുരുമുളക് പൊടിയാണ് ഉള്ളതെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി. ഇനി വേണ്ടത് പച്ചമുളകാണ്. ഞാനിവിടെ 1 പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ ചേനയും കായും കൂടെ വേവിക്കുമ്പോൾ നല്ല എരിവുള്ള 2 കാന്താരിമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുരുമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എരിവ് കൂടി പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഞാനിതോടെ അരയ്ക്കാനായിട്ട് കുറച്ച് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുത്തിട്ട് തേങ്ങ നന്നായി അരച്ചതിന് ശേഷം 1/4 കപ്പ് തൈര് കൂടെ നമ്മൾക്ക് ചേർത്ത് കൊടുക്കണം. തേങ്ങ നന്നായി അരഞ്ഞതിന് ശേഷം 1/4 കപ്പും കൂടെ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാനിതിവിടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. 1 കപ്പ് തൈര് ടോട്ടലായിട്ട് ഒഴിച്ചിട്ടുണ്ട്. ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ കുക്കറിൽ വേവിക്കാൻ വെച്ചതിൻ്റെ സ്റ്റീമൊക്കെ പോയിട്ടുണ്ട്. നമ്മൾക്ക് കുക്കറും തുറന്നു നോക്കാം. 2 വിസിൽ വന്നതുകൊണ്ട് തന്നെ ചേനയും കായൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പാകമാണ് നമ്മൾക്ക് വേണ്ടത്. നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തത് വറ്റിപ്പോയിട്ടില്ല. നമ്മൾക്കിതിൻ്റെ വെള്ളം കുറച്ചൊന്ന് വറ്റിച്ചെടുക്കാനുണ്ട്. ചേനയും കായൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ ഫ്ലെയിം ഓൺ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ തയ്യാറാക്കിയ അരപ്പ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾക്കിതൊന്ന് കുറുക്കിയെടുക്കണം. നമ്മൾ തേങ്ങ അരയ്ക്കുമ്പോൾ തൈര് ഒഴിച്ചിട്ടാണ് തേങ്ങ അരച്ചത്. എന്നാൽ നമ്മൾ കുറുക്കിയെടുക്കുമ്പോൾ ഈ കാളൻ തീരെ പിരിഞ്ഞു പോകത്തില്ല. അതിൻ്റെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മളിത് മീഡിയം ഫ്ലെയിമിൽ വെക്കുക. പിന്നെ ഇത് കുക്കർ തുറന്ന് വെച്ചിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. നമ്മളിത് കുക്കറിൽ വെക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾക്ക് സമയവും ലാഭിക്കാം, ഗ്യാസും ലാഭിക്കാം. പിന്നെ കുറുക്ക് കാളൻ വെക്കുമ്പോൾ എപ്പോഴും നമ്മൾ കുറച്ച് വലിയ പാത്രം എടുക്കുന്നതാണ് നല്ലത്. കാരണം നമ്മളിത് കുറുക്കിയെടുക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ സൈഡിൽ മൊത്തം തെറിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇതിവിടെ കുറച്ച് സമയമായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. കാളനൊക്കെ കുറച്ച് കുറുകി വരുന്നുണ്ട്. ഈ സമയത്ത് ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ നോക്കിക്കഴിഞ്ഞപ്പോൾ കുറച്ച് കുറവാണ്. 1 ടീസ്പൂൺ കൂടെ ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ രീതിയിൽ നമ്മളിങ്ങനെ ഇളക്കിയിട്ട് കുറുക്കിയെടുക്കുകയാണെങ്കിൽ ഇത് തീരെ പിരിഞ്ഞു പോകത്തില്ല. നമ്മളുടെ കാളൻ ഇവിടെ കറക്റ്റ് പാകമായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടെ നന്നായി കുറുകി വരും. ഇപ്പോൾ ഞാനിവിടെ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത്രയും ഇത് കുറുകിയാൽ മതി. ഇതിപ്പോൾ നല്ല ചൂടായിട്ടാണ് ഇരിക്കുന്നത്. തണുത്ത് കഴിയുമ്പോൾ ഇതിനേക്കാളും കുറുകും. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ നെയ്യ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ അങ്ങനെ ചെയ്യുന്നില്ല. കാരണം ഞാനിത് താളിക്കുന്നത് നെയ്യിലാണ്. അങ്ങനെ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ താളിക്കുന്നത് വെളിച്ചെണ്ണയിൽ വേണം ചെയ്യാനായിട്ട്. താളിക്കുമ്പോൾ നമ്മൾ ഇതിനകത്ത് കുറച്ച് പ്രത്യേക ചേരുവകളെല്ലാം ചേർക്കുന്നുണ്ട്. അതുകൂടെ ചേർക്കുമ്പോഴാണ് നമ്മൾക്ക് സദ്യയിൽ കിട്ടുന്ന കാളൻ്റെ അതേ ടേസ്റ്റ് കിട്ടുന്നത്. ഇതിപ്പോൾ ഇവിടെ നല്ല ചൂടായിട്ടാണ് ഇരിക്കുന്നത്. എന്നാൽ പോലും ഇത് കുറുകി വന്നിട്ടുണ്ട്. ഇത് തണുക്കുമ്പോൾ ഒന്നും കൂടെ ഒന്ന് കുറുകി വരും. നമ്മൾക്ക് സദ്യയിൽ കിട്ടുന്ന കാളൻ്റെ അതേ പാകത്തിൽ കുറുകി വന്നോളും. ഇനി ഇത് താളിക്കാനായിട്ട് ഇരുമ്പിൻ്റെ ഒരു ചട്ടിയാണ് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. ഇരുമ്പിൻ്റെ ചട്ടി വെക്കുമ്പോൾ എപ്പോഴും നമ്മൾ ലോ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാളനിൽ നിങ്ങൾ നേരത്തെ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നെയ്യൊന്ന് ചൂടായിട്ട് വരുമ്പോൾ
1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം മാത്രം ബാക്കി ചേരുവകൾ ഇട്ട് കൊടുക്കാം. ഇനി ഇട്ട് കൊടുക്കുന്നത് ഉലുവയാണ്. മുഴുവനോടെയുള്ള ഉലുവയാണ് 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് ഉണക്കമുളകാണ്. ഞാനിവിടെ ഇതേപോലത്തെ ഉണ്ടമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. 4 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് ചെറിയ തീയിൽ തന്നെ കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മൾക്കിനി ഒരു കാര്യം കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. കറിവേപ്പിലെല്ലാം കുറച്ച് നന്നായി മൂത്ത് വരണം. അതിനുശേഷം നമ്മൾക്കിനി ചേർത്ത് കൊടുക്കാനുള്ളത് ഉലുവാപ്പൊടിയാണ്. ഉലുവാപ്പൊടി എപ്പോഴും നമ്മൾ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇനി ഇരുമ്പിൻ്റെ ചട്ടി യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. അതല്ല എങ്കിൽ തീ നന്നായി കുറച്ച് വെച്ചിട്ട് ഉലുവാപ്പൊടി ഇട്ട് കൊടുത്താലും മതി. 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി മാത്രമേ നമ്മൾക്ക് ആവശ്യമുള്ളൂ. അതും കൂടി ഇട്ട് കൊടുക്കുമ്പോഴാണ് നമ്മളുടെ കാളന് പ്രത്യേക ഒരു ടേസ്റ്റ് വരുന്നത്. ഇനി നമ്മൾ തയ്യാറാക്കിയ കാളനിലേക്ക് ഈ താളിച്ചത് നേരെ ഇട്ട് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഇപ്പോൾ വരുന്നത്. നെയ്യിൻ്റെയും ഉലുവാപ്പൊടിയുടെ ഒക്കെ നല്ലൊരു മണമായിരിക്കും വരുന്നത്. ഈ ഒരു ക്വാണ്ടിറ്റിയിൽ നമ്മൾ കുറുക്ക് കാളൻ ഉണ്ടാക്കുകയാണെങ്കിൽ ഏകദേശം 10 പേർക്ക് കഴിക്കാനുണ്ടായിരിക്കും. താളിച്ചതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് നേരം ഇതൊന്ന് അടച്ചു വെക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് വരുന്നത്. നമ്മൾക്ക് സദ്യയിലൊക്കെ കിട്ടുന്ന കുറുക്ക് കാളൻ്റെ അതേ ടേസ്റ്റ് ആയിരിക്കും ഈ രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ. ഇപ്പോൾ ഇതിവിടെ കുറച്ച് സമയമായിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇനി ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ നമ്മളുടെ പേജ് ഫോളോയും ലൈക്കും കൂടെ ചെയ്യണേ. ഈ രീതിയിൽ കുറുക്ക് കാളൻ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്